ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ. ഇന്ന് ഏട്ടനും പണിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ കത്തിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയോ, നമ്മുടെ വീട്ടിൽ അടുക്കള കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് സൈഡിലായിട്ട് ഒരു ഷെഡ് വലിച്ച് കെട്ടണം. അപ്പം അതിനായിട്ട് തൂണൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ തൂണിന് നമ്മൾ മുള വെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇന്ന് വെട്ടണം. അപ്പോൾ ഞാനും മക്കളെല്ലാവരും ഉണ്ട്, ഏട്ടന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുള വെട്ടാനായിട്ട് പോവുകയാണ്. ഞാൻ കൂടെ പോകുന്നത് മുള വെട്ടുന്നതിൻ്റെ കൂടെ മുളം കൂമ്പ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് തോരൻ വെക്കാനും കറി വെക്കാനൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ അതും എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ പോകുന്നുണ്ട് കേട്ടോ. തോടിൻ്റെ സൈഡിലായിട്ടാണ് മുള വരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഞാൻ എപ്പോഴും കാണിക്കുന്ന തോടല്ല, ഇത് വേറെ തോടാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തന്നെയാണ്, പക്ഷെ വേറൊരു സൈഡിലുള്ള തോടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് നല്ല ഭംഗിയാണ്, ഇങ്ങനെ പാലൊക്കെ ഉണ്ട്. ഞാനും ഇപ്പോഴാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്, ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറേ ഇല്ല. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ഇവിടെയൊക്കെ. ഈ തോടിൻ്റെ ഈ പാലൊക്കെ കിടന്നിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ 2 വീടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടേക്കൊന്നും അങ്ങനെ വരാറില്ല. നമുക്കിപ്പോൾ ജസ്റ്റ് തോട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച തോടില്ലേ, അവിടേക്ക് നമ്മൾ പോകാറ്. നമുക്ക് അവിടെയാണ് എളുപ്പം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞങ്ങളത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു മഴക്കാറൊക്കെ ഇങ്ങനെ മൂടി വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുമെന്ന് അറിയില്ല. ഞങ്ങൾ തോട്ടിലൊക്കെ കുറേ നേരം കളിച്ചു കേട്ടോ. അപ്പോൾ ആ സമയം ഏട്ടന്മാരെല്ലാവരും കൂടെ മുള വെട്ടാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ തോട്ടിലിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്, നമ്മളൊരു എസ്റ്റേറ്റിൻ്റെ സൈഡിലാണ് തോട് വരുന്നത്. അപ്പോൾ എസ്റ്റേറ്റിലാണെങ്കിൽ കടുവയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തൊട്ട് മുൻപ് അവിടെ നിന്ന് കടുവേൻ്റെ കാൽപ്പാട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പോൾ അതോർത്തപ്പോൾ ഞാനും മക്കളെല്ലാവരും കൂടെ ഓടി ഏട്ടന്മാരുടെ അടുത്തേക്ക് കേട്ടോ. പിന്നെ ഇവന്മാർ തോട്ട് കളിക്കുക തന്നെയാണ് കേട്ടോ. ഇവർക്ക് എത്ര തോട്ടിൽ കളിച്ചാലും മതിയാവില്ലേ. നമ്മളവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്, എന്നാൽ അവർക്ക് മതിയാവില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ വേഗം ഓടിയിട്ട് എന്താ പറയുക, പാലത്തിൻ്റെ മുകളിൽ കയറുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇതിവിടെ ചുറ്റും മരങ്ങൾ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് മഴ അധികം കൊള്ളില്ല. അപ്പോൾ ഞാനും മക്കളും കൂടെ അവിടെ കയറി നിന്നു കേട്ടോ. കുറച്ച് നേരത്തേക്ക് മഴ പോയി, അപ്പോൾ കുറച്ച് നേരം അവിടെ കയറി നിന്നു. പിന്നെ ഏട്ടന്മാരെല്ലാവരും മുളയൊക്കെ വെട്ടി ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടിട്ടു കേട്ടോ. അപ്പോൾ മക്കൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഏറ്റിയിട്ട് വീട്ടിൽ കൊണ്ടിട്ടോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് പറ്റൂല, കുറച്ച് വെയിറ്റ് ഉണ്ടാവുമല്ലോ. പക്ഷെ അവർക്ക് അതൊന്നും പ്രശ്നമില്ല. അവർ ഞങ്ങൾ ഏറ്റിക്കോളാന്ന് പറഞ്ഞിട്ട് 2 പേര് വെച്ച് അങ്ങനെ കൊണ്ടുപോകുമായിരുന്നേ. പിന്നെ ഞാനും അവരുടെ കൂടെ കൂടി കുറച്ച് കൊണ്ടിട്ടു കേട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൊണ്ടിട്ടോടാ, നിങ്ങൾ ഏറ്റണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ വെച്ചു. ഇവന്മാർ നല്ല മിടുക്കന്മാരാണ് കേട്ടോ, ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും കൂടുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ കറി വെക്കാനുള്ള മുളം കൂമ്പ് പറിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പം ഞങ്ങൾക്കും വേണം ഏട്ടന്മാർക്കും വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് പോയി.
അപ്പോൾ നല്ല മുള്ളൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടൻ കഷ്ടപ്പെട്ടൊക്കെ പോയി നമുക്ക് വെട്ടിയൊക്കെ തരുന്നുണ്ട്. ഞാനാണെങ്കിൽ മുളകും കൊണ്ടുള്ള കറി കഴിച്ചിട്ട് കുറേ ആയിട്ടോ, കുറേ എന്ന് പറഞ്ഞാൽ കുറേ ആയി. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനൊന്നും അങ്ങനെ അറിയില്ല, പക്ഷേ എന്തോ കഴിക്കണം എന്നങ്ങനെ തോന്നി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആരെങ്കിലും ചോദിച്ച് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇന്നിപ്പം മുളങ്കൂമ്പാണ് ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ. അപ്പോൾ അത് നമ്മൾ മുളങ്കൂമ്പൊക്കെ ഒടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന് തോരൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ അരിഞ്ഞ പാടെ നമ്മൾ സാധാ വെക്കും പോലെ വെക്കാൻ പറ്റില്ല, ഇതിനൊരു കട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഈ കട്ട് പോകാനായിട്ട് നമ്മൾ ഒരു 3-4 വട്ടം നമ്മൾ നന്നായിട്ട് അരിഞ്ഞിട്ട് കഴുകി ശേഷം നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് അരിഞ്ഞ് വെച്ച മുളങ്കൂമ്പ് ഇട്ട് കൊടുക്കണം. കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കണം. എന്നിട്ട് നമ്മളത് ഊറ്റി എടുക്കണം. അപ്പോൾ അത് അവിടെ കിടന്ന് തിളക്കട്ടെ. ആ സമയം നമുക്ക് നമ്മൾ തോരന് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ചിരവിയെടുക്കാം. കുറച്ച് കാന്താരി പൊട്ടിക്കാം. പച്ചമുളക് കാന്താരി മതി. അപ്പോൾ എനിക്ക് കാന്താരി ഉണ്ട്, അതുകൊണ്ട് ഞാനത് പൊട്ടിച്ചെടുത്തു. അപ്പോഴേക്കും നമ്മുടെ മുളങ്കൂമ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴയും തണുപ്പൊക്കെ ആയിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ തോരൻ വെക്കുമ്പോൾ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച മുളങ്കൂമ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ വെച്ച തേങ്ങയും കാന്താരിമുളകും വലിയുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് വേവാനായിട്ട് ഇങ്ങനെ അടച്ചു വെക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ മുളങ്കൂമ്പ് തോരൻ റെഡിയായി. ഇതാ കണ്ടോ, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂട് ചോറും കൂട്ടി അവർ കഴിച്ചാൽ മതി. അപ്പോൾ അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കിട്ടുവാണെങ്കിൽ ഒന്ന് കഴിച്ച് വെക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതുകൊണ്ട് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി കിട്ടുമ്പോൾ വേണം അച്ചാർ ഉണ്ടാക്കി നോക്കാൻ. അപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.